മിശിഹായിലെ സ്നേഹമുള്ളവരെ, ലാസറിന്റെ മരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ലാസർ മരിച്ചിട്ടില്ല, അതിനു മുമ്പുള്ള ഭാഗമാണിത്. ഇവിടെ ലാസർ രോഗബാധിതനായി കഴിഞ്ഞപ്പോൾ സഹോദരിമാരെ ആളയച്ചു പറഞ്ഞയച്ചു. ആ 13-ാമത്തെ അധ്യായം 3-ാം വാക്യം എടുത്ത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അവര് പറഞ്ഞത്. ഇതാ കർത്താവേ, ഇത് അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു എന്ന് പറയുവാൻ സഹോദരിമാരെ ആളയച്ചു. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ആങ്ങള ലാസർ അല്ലെങ്കിൽ അതൊന്നും പറയാണ്ട് അങ്ങ് സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞില്ല? കാരണം എന്താണ്? അങ്ങ് സ്നേഹിക്കുന്നവൻ രോഗിയായിരിക്കുന്നു. അങ്ങ് സ്നേഹിക്കുന്നവൻ, ഇവിടെ അത് പറയാൻ കാരണം ദൈവശാസ്ത്രന്മാർ പറയുകയാണ് കൃത്യമായിട്ട്, പ്രത്യേകിച്ച് യോഹന്നാൻ ശ്ലീഹ സൂചിപ്പിക്കുന്ന കാരണം ലാസർ ഓരോ വിശ്വാസിയുടെയും പ്രതിനിധിയാണ്. ഈശോ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയുടെയും പ്രതിനിധിയായിട്ടാണ് ലാസർ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ലാസർ അങ്ങ് സ്നേഹിക്കുന്നവൻ, ലാസർ എന്നല്ല പറഞ്ഞ അങ്ങ് സ്നേഹിക്കുന്നവൻ. ഈശോ ആരെയൊക്കെ സ്നേഹിക്കുന്നുവോ അവരെല്ലാവരും, എല്ലാ വിശ്വാസികളെയും ഈശോ സ്നേഹിക്കുന്നുണ്ട്. ഓരോ വിശ്വാസിയും ദൈവത്താൽ വിശ്വസിക്കപ്പെടുന്നവനാണ്, സ്നേഹിക്കപ്പെടുന്നവനാണ്. ഓരോരുത്തരും വ്യക്തിപരമായിട്ട് അവിടുന്ന് സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഈ വചനഭാഗത്ത് കർത്താവെ ഇത് അങ്ങ് സ്നേഹിക്കുന്നവനെന്ന് വളരെ വ്യക്തമായിട്ടും സൂചിപ്പിക്കുന്നത്. ലാസറിനെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന ഈ അത്ഭുതം തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും അവിടുന്ന് ജീവൻ നൽകുവാൻ വേണ്ടിയാണ്. 13-ാമത്തെ പറയുന്നത് ലാസറിനെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന അത്ഭുതം എന്ന് പറഞ്ഞതുപോലെ നമ്മളെ നമ്മളെ ജീവനിലേക്ക് കൊണ്ടുവരാനുള്ള ആഹ്വാനം കൂടിയാണ് ഈശോ ഇവിടെ നമുക്ക് കാണിച്ചിരുന്നത്. ഇനിയുള്ള കാര്യം 4-ാമത്തെ വാക്യം എടുത്ത് വായിച്ചേ. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ യോഹന്നാൻ ശ്ലീഹയുടെ ഈ ഭാഗത്ത് 2 കാര്യങ്ങള് കൃത്യമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഫിലയിൽ എന്ന ഗ്രീക്ക് പദമുണ്ട്. രണ്ടാമത് അഗാപ്പെ എന്ന ഗ്രീക്ക് പദമുണ്ട്. ഫിലയിൽ എന്ന ഗ്രീക്ക് പദം വരുമ്പോൾ അത് സൗഹൃദമായിട്ടുള്ള സ്നേഹം, സുഹൃത് ബന്ധം എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അഗാപ്പെ എന്ന് പറയുമ്പോൾ അത് ദൈവ സ്നേഹത്തിന്റെ എക്സ്ട്രീമാണ്. അത് ദൈവസ്നേഹത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇവിടെ സ്നേഹിക്കുന്ന തൻ്റെ സുഹൃത്തായിട്ടുള്ള ആത്മാർത്ഥ മിത്രമായിട്ടുള്ള ലാസർ രോഗിയായിട്ട് മരണകിടക്കയിൽ കിടക്കുകയാണെന്ന് കേൾക്കുമ്പോൾ സാധാരണ യേശു ചെയ്യേണ്ടത് എന്താ? സാധാരണ യേശു ചെയ്യേണ്ടത് എന്താ? രോഗിയെ കാണാൻ പോണം. അത് എന്ത് ബന്ധത്? മാനുഷികമായിട്ടുള്ള സ്നേഹത്തിന്റെ ബന്ധം, മാനുഷികമായിട്ടുള്ള സ്നേഹത്തിന്റെ ബന്ധം. ഈശോ കേട്ടപ്പോൾ ഈശോയ്ക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടോ, പക്ഷേ ദൈവസ്നേഹത്തിന്റെ ആ അർത്ഥം അവിടെ പോകാൻ പാടില്ല. ദൈവസ്നേഹത്തിന്റെ ബന്ധം വരുമ്പോൾ മാനുഷിക സ്നേഹബന്ധത്തിന്റെ അർത്ഥം വെച്ചിട്ട് ഈശോടെ പോയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? മരണം സംഭവിക്കോ? ഇല്ല. ഈശോയാണ് ജീവന്റെയും മരണത്തിന്റെയും അധിപൻ. ഞാനാണ് ജീവനും മുന്നോട്ടാനോ ഉത്താനോ. അപ്പൊ ഈശോ ഇവിടെ ഉണ്ടെങ്കിൽ അവിടെ മരണം സംഭവിക്കില്ല.
പക്ഷേ അവിടെ മരണം സംഭവിക്കണം. അത് ദൈവത്തിൻ്റെ മഹത്വം, ദൈവസ്നേഹത്തിൻ്റെ ബന്ധം ആഴമേറിയതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ 2-3 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയത്. അവിടെ ഒരു അത്ഭുതം സംഭവിക്കാനുണ്ടാകും. ഒരുപക്ഷെ മർത്തയ്ക്കും മറിയത്തിനും ദേഷ്യം വന്നിട്ടുണ്ടാവും. ഞങ്ങൾ ഇത്ര വിവരം അറിയിച്ചിട്ട് അങ്ങോട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല എന്ന് ദേഷ്യം ഉണ്ടാവും. മരണറിയിപ്പും അറിയിച്ചിട്ടുണ്ടാവും, എന്നിട്ടും വന്നില്ല, അപ്പോഴും ദേഷ്യം കാണും. അത് മാനുഷികമായിട്ടുള്ള ബന്ധം സൂചിപ്പിക്കും. ഇവിടെ ദൈവിക സ്നേഹത്തിൻ്റെ ബന്ധം വരുമ്പോൾ എല്ലാ കാര്യങ്ങളും, എല്ലാ തീരുമാനവും ദൈവ സ്നേഹത്തിൻ്റെ ബന്ധത്തിലേക്ക് കൊണ്ടുപോകാനും സാധിക്കണം. അവരുടെ അഗാപ്പെ രണ്ടും സ്നേഹത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഒന്ന് ഫിലൈൻ എന്ന ഗ്രീക്ക് പദവും ഒന്ന് അഗാപ്പെ എന്നുള്ള ലാസർ സ്നേഹിതനായിരുന്നു കാണിക്കാൻ ഫിലയും, അഗാധമായ സ്നേഹത്തിൻ്റെ ഇത് കാണിക്കാനായിട്ട് അഗാപ്പെ എന്ന 2 വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഈശോ എല്ലാ തീരുമാനങ്ങളും ചെയ്തികളും നയിക്കപ്പെട്ടിരിക്കുന്നത് മാനുഷിക സ്നേഹത്താലല്ല, മറിച്ച് ദൈവിക സ്നേഹത്താൽ എന്ന് പ്രത്യേകമായിട്ടും കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലാസർ മരിക്കുകയും മരിച്ചിൽ നിന്ന് ഉയർപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് ആ കുടുംബവും ശിഷ്യന്മാരും മറ്റനേകം പേരും ദൈവമഹത്വം ദർശിച്ച് ഈശോയിലെ, ദൈവത്തിലെ, ഈശോയിലെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇവിടെ നടക്കുന്ന ഓരോ മരണവും അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു മഹത്വം ഉണ്ടാകും. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആണയോ പൗലോസ് പറഞ്ഞത്, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ കുറിച്ച് പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാനായിട്ട്, ആ ദൈവസ്നേഹത്തിൻ്റെ മഹത്വം ദർശിക്കുമ്പോഴാണ് ഓരോ മരണത്തിൻ്റെയും അർത്ഥം, അതിൻ്റെ പിന്നിലെ വലിയ സത്യങ്ങൾ, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം മാനുഷികമായി ചിന്തിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ സങ്കടങ്ങളും ഒത്തിരിയേറെ വേദനകളും ബുദ്ധിമുട്ടൊക്കെ കടന്നു വരും. അതുകൊണ്ട് നമുക്ക് ദൈവിക മഹത്വം ദർശിക്കാനായിട്ട് നമുക്ക് ഈ നവംബർ മാസം പ്രത്യേകമായിട്ടും മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ആത്മീയമായിട്ട് ഉയർത്താനായിട്ട്, ആത്മീയമായിട്ട് അവരെ ശുദ്ധസ്ഥലത്ത് നിന്ന് അവരെ സ്വർഗ്ഗത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങൾ സമൃദ്ധമായിട്ടും ആസ്വദിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.